വെറ്റ്ലാൻഡ് ട്രെയിലിൽ പോയ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഈ മാപ്പ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ഈ ട്രെയിലിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ട്രെയിൽ ഭയങ്കര വലുതാണ്, ചിലപ്പോൾ നമുക്ക് വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ പിക്ചറിൽ കാണുന്ന പോലെ മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. കാനഡയിലെ ഏറ്റവും വലിയ ബട്ടർഫ്ലൈസ് ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈസ്. ഈ ഫോറസ്റ്റിൻ്റെ നടുക്കോട്ട് ചെന്നാൽ മാത്രമേ നമുക്ക് ഈ ബട്ടർഫ്ലൈനെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, കാരണം ഇത് ഇരുട്ടി തുടങ്ങിയായിരുന്നു. ഈവനിങ് ഒരു 6-7 o'clock ആണത്. ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ വൈകിയേ ഇരുട്ടുള്ളൂ. പക്ഷേ ഒരു 8-8:30 ഒക്കെ ആകുമ്പോഴേക്കും ഇരുട്ടി തുടങ്ങും. ഈ പോർട്ടബിൾ വാഷ്റൂംസ് ഇവിടെ ടെൻ്റൊക്കെ കെട്ടി സ്റ്റേ ചെയ്യാൻ വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് കണ്ടോ, ഇത് ഡാം റിസർവോയർ ആണ്. ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടുള്ളൂ. ബട്ട് ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തോട്ട് നടക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ബീച്ച് നമുക്ക് നാട്ടിലത്തെ ബീച്ചായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം വളരെ ചെറിയ ബീച്ചാണ്. നമ്മുടെ നാട്ടിലെ ബീച്ചിലൊന്നും ആരും ഇല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ആരെങ്കിലുമൊക്കെ എപ്പോഴും ആ ബീച്ചിലുണ്ടാവും. ബട്ട് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ആ ബീച്ചിൽ ചെന്നപ്പോൾ. ഇത് ഈ ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ ബീച്ച്, വളരെ ചെറുതുമാണ്. ഇത് കണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. ഇതാണ് കനേഡിയൻ ഗൂസ്. ഇത് കാണുന്ന പോലെ അത്ര കാമല്ല, നമ്മൾ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ നല്ല കൊത്ത് കിട്ടും. അങ്ങനെ ഈ ഫോറസ്റ്റൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോകും വഴി മിസ്റ്റർ പബ്സിൽ കയറി പബ്സ് വിത്ത് ഐസ്ക്രീം കഴിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.